അസ്സലാമു അലൈക്കും. സമാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്നേഹമുള്ള മലപ്പുറം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഉബൈദുള്ള സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം അസ്കർ ഫറൂഖ്, ബഹുമാനായ കുഞ്ഞാപ്പു ഹാജി, പ്രിയമുള്ള നാട്ടുകാരെ, മുസ്ലിം ലീഗിൻ്റെ കാരണവന്മാരെ, പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹോദരൻ, ലീഗർ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തിന് നഷ്ടപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തുന്ന സമരം അനിശ്ചിതകാലമായി നടത്തുന്ന സമരം തുടരുകയാണ്. 24 ദിവസം പിന്നിട്ട സമരത്തിൽ നാളെ ഈ പ്രദേശത്തെ പ്രവർത്തകരാണ് പങ്കെടുക്കേണ്ടത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ നന്നായി ഇവിടെ പ്രതിപാദിച്ചിരിച്ചു അസ്കർ അടക്കമുള്ളയാൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗ് ലീഗറിൻ്റെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് തന്നെ വേണം, മലപ്പുറത്തിന് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് നടത്തുന്ന സമരത്തിൻ്റെ സന്ദേശം, അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ നടത്തുന്ന 4 മേഖലാ ജാഥകളിൽ മലപ്പുറം മേഖലയുടെ ജാഥയുടെ ഇന്നത്തെ പര്യടന പരിപാടിയാണ് ഇവിടെ സമാപിക്കുന്നത്. നാളെ വീണ്ടും കുഴിമട്ട് കീഴ്ശ്ശേരിയിൽ നിന്നും ജാഥ ആരംഭിക്കുകയാണ്. എന്താണ് ലീഗർ ഓഫ് ക്യാമ്പസുമായി മുസ്ലിം ലീഗിന് പറയാനുള്ളത് എന്ന് ജനങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഇവിടെ പറഞ്ഞു, ലീഗറിൻ്റെ ഓഫ് ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്ത് ചൂട് പിടിച്ച ചർച്ച നടക്കുകയാണ്. മുസ്ലിം ലീഗ് പറയുന്നു ലീഗറിൻ്റെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് വേണം, അത് പാണക്കാട്ട് തന്നെ വേണോ, അത് മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഭാഗങ്ങൾ മതിയോ? ഇടതുപക്ഷക്കാരൻ തെറ്റിദ്ധരിപ്പിക്കുക, CPM-കാരൻ തെറ്റിദ്ധരിപ്പിക്കുക. അവൻ പറയാം മുസ്ലിം ലീഗുകാരന് പാണക്കാട്ട് തന്നെ വേണം. ലീഗ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് പാണക്കാട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് അസ്കറോട് പറഞ്ഞു. ഞങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. എന്താ ഞങ്ങൾ പറയാനുള്ള കാരണം? ലീഗറിന് ഓഫ് ക്യാമ്പസിന് അനുയോജ്യമായ സ്ഥലം മലപ്പുറത്തെ പാണക്കാട്ട് വ്യവസായ വകുപ്പിന്റെ സ്ഥലമുണ്ട്. അത് സർക്കാരിന്റെ സ്ഥലമാണ്. ഞങ്ങൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആർക്കും മനസ്സിലാത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സർക്കാരിന്റെ സ്ഥലം അവിടെ ഉണ്ട്, 251 ഏക്കർ. അത് ആരാ ആദ്യം പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ഉമർ സാഹിബ് ഈ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ 2007 നവംബർ മാസം 27-ാം തീയതി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റ് എഴുതിയാക്കൽ പറയുന്നത് മലപ്പുറത്തെ സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ഇവിടെ അസ്കർ പറഞ്ഞു 3 തവണയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിനെ അറിയിച്ചുകൊണ്ട് ഒരു ലോക്കൽ സമ്മേളനം, പോളിറ്റ് സമ്മേളനത്തിലല്ല, ഉത്തരവാദപ്പെട്ട 140 MLA അറിയിക്കുന്ന ആധികാരികമായ സഭയിൽ, നിയമനിർമ്മാണ സഭയിൽ പറഞ്ഞു ഏറ്റവും അനുയോജ്യമായ സ്ഥലം മലപ്പുറത്തെ ക്ലാസ്. എന്നിട്ട് ഈ സ്ഥലം ആരാ കൊണ്ടുപോയത്? ഇവിടെ പറഞ്ഞല്ലോ ലീഗറിന്റെ ഓഫ് ക്യാമ്പസ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ലീഗറിന്റെ ക്യാമ്പസ് നഷ്ടപ്പെടുത്താൻ വേണ്ടി പുതിയൊരു വില്ലൻ വന്നു. ആരാ വില്ലൻ? ഇവിടത്തെ കാട്ടുകള്ളൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം ഇത് ഇംഗലിന് കൈമാറിയിട്ട് ആശുപത്രി കൊടുക്കുകയാണ്. എന്തിനാ? മലപ്പുറത്ത് ആശുപത്രി ആവശ്യമുണ്ടോ? മലപ്പുറത്ത് ആശുപത്രി ആവശ്യമുണ്ടോ? എത്ര സ്വകാര്യ ആശുപത്രികൾ ഉയരാണ്, ഒരുപാട് ആശുപത്രികൾ വരികയാണ്. മലപ്പുറം ജില്ലയിലെ ഓരോ ഗ്രാമങ്ങളും ആശുപത്രി വരികയാണ്. ഈ ആശുപത്രിയിൽ എന്താ ജോലി? ഇവിടുത്തെ പാവപ്പെട്ട രോഗിയെ വീണ്ടും ചൂഷണം ചെയ്തിട്ട് പണം പിടുങ്ങാണ്. പാവപ്പെട്ട രോഗികളെ വീണ്ടും രോഗികളാക്കുക. അങ്ങനത്തെ ആശുപത്രികൾ, ആ ആശുപത്രികളുടെ കൂട്ടത്തിലേക്ക് ഒരു വലിയ ആശുപത്രി വരികയാണ്. ആ ആശുപത്രിക്ക് വേണ്ടി ഇവിടുത്തെ മുതലാളിമാർക്ക് വേണ്ടി സ്ഥലം പതിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ്. ഈ സ്ഥലം പതിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ CPM-കാർ പറയണം, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ, DYFI-കാരൻ, എന്താ നിങ്ങളെ വികാരം കാണാത്തത്? ഇവിടെ എത്ര സ്ഥലം, സർക്കാരിന്റെ സ്ഥലം, പാവപ്പെട്ട ഈ ജനതയുടെ നികുതി പണത്തിൽ നിന്നും സർക്കാരിന്റെ പണത്തിൽ നിന്നും ഏറ്റെടുത്ത സർക്കാരിന്റെ സ്ഥലമുണ്ട്. മലപ്പുറത്തെ സ്ഥലം മാത്രമാണോ? കോഴിക്കോട്ടെ സിഡ്കോയുടെ സ്ഥലം നിങ്ങൾ കൊടുത്തു. ആർക്ക് കൊടുത്തു? ഇംഗലിന് കൊടുത്തു. ഇംഗലിന്റെ മുതലാളിമാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്കമാലിയിലെ ടെൽകോമിന്റെ സ്ഥലം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രയുടെ പാർക്കിനോടനുബന്ധിച്ച് ഈ രാമനാട്ടുകളുടെ സ്ഥലം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്ടെ സോപ്സ് ആൻഡ് മിൽസിന്റെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. 5 ഭൂമി ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. 5 ഭൂമി കൊടുത്തു. അതിന്റെ കൂട്ടത്തിലാണ് മലപ്പുറത്തെ
പ്രധാനപ്പെട്ട സ്ഥലം നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങളിത് രാഷ്ട്രീയം കാണുകയാണ്, ഞങ്ങളിത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഈ സമരത്തെ കണ്ടിട്ടില്ല. കണ്ടിട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഈ സമരത്തെ ഉപയോഗപ്പെടുത്താമായിരുന്നു. ഈ ക്യാമ്പസ്, അലീഗറിന്റെ ക്യാമ്പസ് ലീഗുകാരൻ അവന്റെ ക്യാമ്പസ് ആക്കാൻ മാറ്റാൻ, അവന്റെ യൂണിവേഴ്സിറ്റി ആക്കാൻ ശ്രമം നടത്താൻ സഖാവ് ടി കെ ഹംസ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ 1.5 വർഷത്തോളമായി ഈ ക്യാമ്പസ് മലപ്പുറത്ത് വേണ്ടി പറയാൻ തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്റെ ബഹുമാനിയ സുഹൃത്തോടെ സൂചിപ്പിച്ചത്.